കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന മുറവിളികൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. നേതൃത്വ മാറ്റം വേണമെന്ന ആവശ്യത്തിന് പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ട്. നേതൃമാറ്റത്തിലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഇനിയും ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരുകയാണ്. അതേസമയം സുധാകരന് പകരക്കാരനായി ആര് വരണമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പേരും മുൻ അധ്യക്ഷൻ കെ മുരളീധരനെയാണ് പിന്തുണയ്ക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ്. 31% പേർ ഷാഫി പറമ്പിൽ അടുത്ത കെ.പി.സി.സി അധ്യക്ഷനാകട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പോളിൽ ഏറ്റവും കുറച്ചു പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. വെറും 5% പേർ മാത്രമാണ് സതീശനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത്. ശശി തരൂരിന് സതീശനേക്കാൾ പിന്തുണയുണ്ട്. 13% പേരാണ് ശശി തരൂരിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ആളാണ് മുരളീധരൻ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത്. 1999 മുതൽ 2001 കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായിരുന്നു കെ മുരളീധരൻ. 2001 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ കെ ആന്റണിയും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ മുരളീധരനായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ്. അതേസമയം സുധാകരൻ മാറേണ്ടതില്ല എന്ന അഭിപ്രായം പറയുന്നവരുമുണ്ട്. പിണറായി വിജയനെ നേരിട്ട് എതിർക്കാൻ സുധാകരന് മാത്രമേ സാധിക്കൂ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റായി നിയോഗിക്കുന്നത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫും കോൺഗ്രസും മികച്ച വിജയം നേടിയിരുന്നു. എന്നാൽ പാർട്ടി സംവിധാനം അടിത്തട്ടിൽ ദുർബലമാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃമാറ്റ ചർച്ചകൾ സജീവമായത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി എം ജോൺ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്.